2 ദിവസമായിട്ട് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് തിരക്കാരണം ജിമ്മിൽ പോകാൻ പറ്റിയതുമില്ല. ഇന്ന് സൺഡേ ജിം തുറക്കത്തുമില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ ഞാൻ വിചാരിച്ചു, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഡോക്ടർ സാധാരണ വെയിറ്റ് ട്രെയിനിങ് ജിമ്മിൽ പോരുന്നെന്ന് പറയും, പക്ഷെ ഞാനിവിടെയോ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എന്നാലും സത്യാവസ്ഥ അങ്ങനെയല്ല. എല്ലാവർക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്തുകൂടെ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചില കണ്ടീഷൻസ്, ചില അസുഖങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എക്സസൈസ് ഒരു ഓപ്ഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് ഹോസ്പിറ്റൽസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള പേഷ്യൻസിനോട് നിറയത്തില്ലായിരുന്നു. ഹായ്, ഞാൻ ഡോക്ടർ നിതിൻ MS. നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് റിയൽ ഹെൽത്ത്, സപ്ലിമെൻറ്റ്സ് ആൻഡ് എക്സസൈസിനെ പറ്റി നോക്കാം. സോ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് എക്സസൈസ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു എളുപ്പ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കടയിൽ പോകണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോവാം, 2 നില മുകളിൽ കയറണമെങ്കിൽ നമുക്ക് ലിഫ്റ്റിൽ പോവാം, അതേപോലെ ഒന്ന് ഇരിക്കണമെങ്കിൽ നമുക്ക് തടിക്കസരയും സോഫ സെറ്റ് ഇരിക്കാം. കുറച്ചും കൂടെ എളുപ്പമാണല്ലോ. പക്ഷേ എപ്പോഴും എളുപ്പ വഴി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിന് നല്ലതാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണല്ലോ നമുക്ക് പൊതുവെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും എല്ലാം നടന്നത്. പക്ഷെ നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ ആ ഒരു ഘടന അന്നും ഇന്നും ഒരുപോലെയാണ്, ഒരു മാറ്റമില്ല. ചേഞ്ച് വന്നത് നമ്മളെ ജീവിതശൈലിക്കാണ്. എന്ന് തൊട്ടാണ് നമ്മൾ എളുപ്പ വഴികൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്, അന്ന് തൊട്ട് നമുക്ക് അസുഖങ്ങളും കൂടുതൽ വരാൻ തുടങ്ങി. സ്പെഷ്യലി ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് എല്ലാ അസുഖത്തിൻ്റെയും പ്രധാന കാരണം. ഈ വ്യായാമത്തെ പറ്റി പൊതുവെ ഉള്ളൊരു തെറ്റിദ്ധാരണ നമുക്കൊരു ഉദാഹരണം വഴി നോക്കാം. ബ്ലഡ് റിപ്പോർട്ടിൽ കൊളസ്ട്രോളും ഷുഗർ അത്യാവശ്യം ഉണ്ടല്ലോ, ഞാൻ മരുന്ന് തരാം. അതേപോലെ 1/2 മണിക്കൂർ ദിവസം എക്സസൈസും കൂടെ ചെയ്യണം കേട്ടോ. ഡോക്ടറെ, എനിക്ക് കൈയും കാലൊന്നും വേദനയില്ല, പിന്നെ എക്സസൈസ് ചെയ്യണോ? മരുന്ന് മാത്രം കഴിച്ചാൽ പോരെ? ഡെയിലി ഒരു 1/2 മണിക്കൂർ മാത്രം ചെയ്താൽ മതി. അത് വേണോ ഡോക്ടറെ? നമ്മളിപ്പോൾ ഇവിടെ കണ്ടതുപോലെ പെയിൻ ഇല്ല എന്ന് വെച്ചാൽ ഒരാൾ ഹെൽത്തി ആണ് എന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ ബോഡിക്കുള്ള റിസർവ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് എക്സസൈസ് ചെയ്യാൻ പറയുന്നത്. അതായത് നാളെ ഒരു അസുഖം വന്നാൽ നമ്മളെ ബോഡിക്ക് അത് പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നമുക്കൊരു ഡൗട്ട് വരും, വേദന ഉള്ളപ്പോൾ എക്സസൈസ് ചെയ്യാമോ എന്നല്ലേ? വേദന ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഓരോ പ്രായക്കാർക്കും ഓരോ രീതിയിലാണ്. 30 വയസ്സുള്ള ഒരാൾക്ക് ചെയ്യേണ്ട രീതിയിലല്ല 70 വയസ്സുള്ള ഒരാൾക്ക് ചെയ്യേണ്ടത്. ആയുർവേദത്തിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം. ഒരു 30-35 വയസ്സുള്ള ആൾ, ഇന്ന് ആ മനുഷ്യനെ നടക്കാനും എണീക്കാനും എല്ലാം സുഖമായിട്ട് പറ്റും, ഒരു കുഴപ്പമില്ല, കാൽമുട്ട് വേദന ഒന്നും വലുതായിട്ട് കാണത്തില്ല. പക്ഷേ അതേ ആൾ 70 വയസ്സാകുമ്പോൾ യഥാർത്ഥ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. 70 പോകണ്ട, ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അത്യാവശ്യം എല്ലാം പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. കാൽമുട്ട് വേദന, കൈമുട്ട് വേദന എല്ലാം വരും. നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഇരുന്നിട്ട് എണീക്കാൻ പോലും നല്ല പാടായിരിക്കും. നമ്മളിപ്പോൾ എടുക്കുന്ന ചോയ്സാണ് നമുക്ക് വയസ്സാം കാലത്ത് അല്ലെങ്കിൽ ദീർഘകാലങ്ങളിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് തരുന്നത്. കുറച്ച് നാളുമ്പോൾ കണ്ടക്ട് ചെയ്തൊരു സ്റ്റഡിയാണ്. 2 70 വയസ്സായുള്ള ആൾക്കാർ, ഒരാൾ ട്രൈ അത്ലറ്റും മറ്റേ ആൾ കോമൺ മാനും. ഈ 2 പേരുടെയും കാലിൻ്റെ MRI ക്രോസ് സെക്ഷൻ എടുത്തപ്പോൾ നല്ല വേരിങ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. ഈ ട്രൈ അത്ലറ്റിൻ്റെ ക്രോസ് സെക്ഷനിൽ ലീൻ മസിൽ മാസ് നല്ല പെർസെൻറ്റേജ് ഉണ്ട്, അഡിപ്പോസ് ടിഷ്യൂ പെർസെൻറ്റേജ് കുറവാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ കോമൺ മാനിൻ്റെ കാലിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തപ്പോൾ ലീൻ മസിൽ മാസ് പെർസെൻറ്റേജ് കുറവ്, അഡിപ്പോസ് ടിഷ്യൂ നല്ല പെർസെൻറ്റേജ് ഉണ്ട്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മസിൽ മാസ്, അതായത് പേശിയുടെ പെർസെൻറ്റേജ് കുറവും ബാക്കി ചുറ്റും അഡിപ്പോസ് ടിഷ്യൂ ആണ് കോമൺ മാനിൽ കണ്ടത്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ, അഥവാ ചെയ്യേണ്ട സമയത്ത് എക്സസൈസ് ആവശ്യമുള്ള രീതിയിൽ ചെയ്തില്ലെങ്കിൽ വയസ്സാകുമ്പോൾ നമുക്ക് നടക്കാനും ഇരിക്കാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ആ കേസ് എടുത്താൽ തന്നെ ആ ട്രൈ അത്ലറ്റിന് സ്വന്തം കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ മറ്റേ ആൾക്കോ ഇരുന്നിട്ട് എണീക്കാൻ പാടാണ്, നടക്കാൻ പാടാണ്, അടുപ്പിച്ചൊരു കിലോമീറ്റർ നടക്കാൻ പോലും നല്ല പാടാണ്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സസൈസ് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക തന്നെ വേണം. അതൊരു ഓപ്ഷനല്ല, അതൊരു കമ്പൽസറി ഐറ്റമാണ്. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ മസിൽ ലോസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് കയറാനും അത്യാവശ്യമായിട്ടുള്ള പരിപാടിക്ക് കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ അതേ ആൾ 70 വയസ്സാകുമ്പം മസിൽ ലോസ് വരെയും റിസർവ് മസിൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് കയറാനും ഡെയിലി ആക്ടിവിറ്റീസിലും ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളെ ശരീരം നമ്മളോട് തന്നെ ചോദിക്കും, ചെയ്യേണ്ട കാലത്ത് കുറച്ച് എക്സസൈസ് എങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പം എങ്ങനെ കഷ്ടപ്പെടണമെന്ന്. ഈ മസിൽ ബിൽഡ് ചെയ്ത ലുക്സിന് വേണ്ടിയും പോസ് ചെയ്യാൻ വേണ്ടിയും മാത്രമല്ല, ഡെയിലി മൊബിലിറ്റിക്കും കൂടെ വേണ്ടിയാണ്. സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും കൂടെ വേണ്ടിയാണ്. അതിപ്പോഴും വയസ്സാവും. നമ്മളിപ്പം കാണുന്ന ട്രെൻഡാണ്. പുതിയ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ വാങ്ങി ജിമ്മിൽ പോയി ചേരും, അതെല്ലാം നടക്കും. ഒരാഴ്ച കഴിയുമ്പോൾ ഈ ആരംഭ ശൂര്യത്വമൊക്കെ മാറുമ്പോൾ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടിരിക്കും, പക്ഷേ ജിമ്മിൽ പോകുന്നതിൻ്റെ റേറ്റ് അങ്ങ് കുറഞ്ഞു വരും. ഈ നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ബിൽഡ് ചെയ്തെടുത്തതല്ല ഇതൊന്നും. ഇതൊക്കെ അവർ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ബിൽഡ് ചെയ്തെടുത്തത്. അതും സ്ട്രക്ചറലി പോയിട്ടാണ് ഇവരെല്ലാം ഇത് ശരിയാക്കി എടുത്തത്. ആ സ്ട്രക്ചറിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് നമ്മളെ ഹെൽത്തിനുള്ള ഡിസിഷൻസ് പെട്ടെന്ന് എടുക്കേണ്ടതല്ല, അത് സ്ട്രക്ചറലി പ്ലാൻ ചെയ്തെടുക്കേണ്ടതാണ്. അത് സിമ്പിളുമാണ്. 3 സ്റ്റെപ്സ്: എക്സസൈസ്, ന്യൂട്രീഷൻ ആൻഡ് സ്ലീപ്പ്. ഫസ്റ്റ് വൺ ഈസ് എക്സസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കെൽറ്റൽ മസിൽസ് ആക്ടിവേറ്റ് ആവുകയും ATP ഡിമാൻഡ് കൂടും, സെല്ലുലാർ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്തിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കും.
അതോടൊപ്പം തന്നെ ഫിസിയോളജിക്കലി നമ്മുടെ ശരീരം അഡാപ്റ്റ് ആവാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്തത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് എക്സസൈസ് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് കിട്ടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻ മസിൽ ബിൽഡപ്പും ബാക്കി അമിനോ ആസിഡ്സ് റീസിൻസസിന് വേണ്ടിയും പോകും. അടുത്തത് കാർബോഹൈഡ്രേറ്റ്. നേരത്തെ പോയ എനർജി ലോസ് ഒക്കെ റീപ്ലനിഷ് ചെയ്യാനും എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് പോകും. പിന്നെ വരുന്നത് ഫാറ്റ്സ്, ഹെൽത്തി ഫാറ്റ്സ്, അതായത് ഹോർമോണൽ റെഗുലേഷനും എല്ലാം അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. എന്നിട്ടാണ് സ്ലീപ്പ് വരുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നേരത്തെ മൈക്രോ ടേഴ്സ് വന്ന മസിൽ ഫൈബേഴ്സ് റീബിൽഡ് ആവുകയും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള റെസ്റ്റ് കിട്ടുകയും ചെയ്യുന്നത്. ഇത് മൂന്നും സ്ട്രക്ചറലി നടന്നാൽ മാത്രമേ നമ്മൾ എന്തും ചെയ്തിട്ട് കാര്യമുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സസൈസ് ഇല്ലാണ്ട് സപ്ലിമെൻ്റ് എടുത്താലോ ഉറക്കമില്ലാണ്ട് പ്രോട്ടീൻ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. മെറ്റബോളിക് സിഗ്നൽ ഇല്ലാതെ റോ മെറ്റീരിയൽസ് കൊടുത്തൊരവസ്ഥയാണ് ഇപ്പം നടക്കുന്നത്. ഇതെല്ലാം സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ചെയ്യണം. കാലറീസ് ഉണ്ടാവും, എഫേർട്സ് ഉണ്ടാവും, പക്ഷേ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ഇനിയാണ് സപ്ലിമെൻറ്റ്സിൻ്റെ ഡൗട്ട് വരുന്നത്. ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, മൾട്ടിവൈറ്റമിൻ, ഫിഷ് ഓയിൽ, ഇതെല്ലാം എല്ലാവർക്കും ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കത് ലോജിക്കലി ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ആണ് വേ പ്രോട്ടീൻ. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതായത് പാലിൽ നിന്ന് വരുന്ന ബൈ പ്രോഡക്റ്റ് പ്യൂരിഫൈ ചെയ്തുണ്ടാക്കുന്നതിന് വേ പ്രോട്ടീൻ, അതാ വേ. ഈ വേ പ്രോട്ടീൻ പൗഡർ എല്ലാവർക്കും ആവശ്യമില്ല. ഫുഡിൽ നിന്ന് പ്രോട്ടീൻ തികയാതെ വരുന്നവർക്ക് വേണ്ടി മാത്രമാണ് വേ പ്രോട്ടീൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഡെയിലി നമ്മുടെ ബോഡിയുടെ 1.2 to 2 ടൈംസ് പ്രോട്ടീൻ വേണമെന്നാണ് പറയുന്നത്. അത് ഇൻടേക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമാണ് വേ പ്രോട്ടീൻ പൗഡർ പറയുന്നത്. മാക്സിമം ഫുഡിൽ നിന്ന് എടുക്കാൻ നോക്കുക, പറ്റില്ലെങ്കിൽ മാത്രം വേ പ്രോട്ടീൻ എടുക്കുക. അടുത്തത് ക്രിയാറ്റിൻ. നമ്മുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ക്രിയാറ്റിൻ. പക്ഷേ ക്രിയാറ്റിൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ക്രിയാറ്റിൻ എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്ന് മാത്രം. നമ്മുടെ ബ്രെയിനിനും മസിൽസിനും എല്ലാം അത്യാവശ്യമായിട്ടൊരു കോമ്പൗണ്ടാണ്. പക്ഷേ സപ്ലിമെൻ്റ് ആയിട്ട് ആവശ്യം വരുന്നവരാരാന്ന് വെച്ചാൽ ഹെവി ട്രെയിനിങ് ചെയ്യുന്നവർക്ക്, പെർഫോമൻസ് എൻഡ്യൂറൻസ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവർക്കാണ്. ബാക്കിയുള്ള എക്സസൈസ് ചെയ്യാത്ത, അതായത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നവർക്ക് ഇത് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കേണ്ട വലിയ ആവശ്യം വരുന്നില്ല. പിന്നെ അടുത്തത് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സും ഫിഷ് ഓയിലും. സത്യത്തിൽ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് എല്ലാവരും എടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഫുഡിൽ നിന്ന് കിട്ടുന്ന കോമ്പൗണ്ട്സ് തന്നെയാണ് ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അത് ഫുഡിൽ നിന്ന് കിട്ടിയിട്ടും തികയാതെ വരുന്നവർക്ക്, അതായത് ഹെവി എക്സസൈസും ട്രെയിനിങ്ങും ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ആവശ്യമുള്ളൂ. ഇനി അത് എടുക്കുകയാണെങ്കിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണലെ കണ്ടിട്ട് മാത്രമേ ഇത് രണ്ടും എടുക്കാവുള്ളൂ. നമ്മൾ സപ്ലിമെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും പൊതുവെ ഒരു പേടിയുണ്ട്. പക്ഷേ ഇത് പേടിക്കല്ല വേണ്ടത്, ശ്രദ്ധ മാത്രം മതി. ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക തന്നെ വേണം, ആവശ്യമില്ലെങ്കിൽ എടുക്കാനും പാടില്ല. അതേപോലെ നമ്മുടെ ബോഡിക്കും അത് ആവശ്യമുണ്ടോ എന്നറിയാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. സെറം ക്രിയാറ്റിൻ പ്ലസ് EGFR, LFT അഥവാ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, RFT അഥവാ റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ, SbA1c, ഇത്രയെങ്കിലും മിനിമം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ റേഞ്ച് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം എടുക്കുന്നതാണ് നല്ലത്. അഥവാ ഏതെങ്കിലും ഒരെണ്ണം ബോർഡർ ലൈൻ ആണെങ്കിൽ ഒരു ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണലെ കണ്ടിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ബോർഡർ ലൈൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ ശരീരത്തിൽ എവിടെയോ എന്തോ ഘടന മാറി കിടക്കുവാണെന്നാണ്. അത് ശരിയാക്കിയിട്ട് മാത്രമേ സപ്ലിമെന്റ്സ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ സപ്ലിമെന്റ്സ് ഓപ്പോസിറ്റ് എഫക്ട്സ്, അതായത് ബോഡിക്ക് ദോഷകരമായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ഈ 3 വർഷം നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക. ഫസ്റ്റ് വൺ, നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മിനിമം ഒരു 3 to 4 ഡേയ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ? സെക്കൻഡ് വൺ, നിങ്ങൾക്ക് ബേസിക് ഹെൽത്ത് ആണ്, അതൊരു പെർഫോമൻസ് ആണോ വേണ്ടത്? തേർഡ് വൺ, നിങ്ങൾക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടോ, റെസ്റ്റ് കിട്ടുന്നുണ്ടോ? ഈ 3 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിൽ മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കാം. സോ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു 60 വയസ്സാകുമ്പോൾ തറ ഇരുന്നിട്ട് എണീക്കാൻ പറ്റാത്തതും, കസേര ഇരുന്നാൽ പോലും ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എണീക്കാൻ പറ്റുന്നൊരവസ്ഥ, കടയിൽ പോകണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകണം. കേട്ടിട്ട് വലിയ സുഖം തോന്നില്ലല്ലേ? എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വ്യായാമം ചെയ്തു തുടങ്ങാം. വലിയ സമയമൊന്നും കളയണ്ട. ദിവസം ഒരു 1/2 മണിക്കൂർ, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റി വെച്ചാൽ മതി. ഇന്ന് നമ്മൾ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ നാളെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. സപ്ലിമെൻറ്റ്സ് നെസസറി അല്ല, ഓപ്ഷണലാണ്. പക്ഷേ എക്സസൈസ് ഇസ് ഓൾവേസ് നെസസറി ആൻഡ് ഇറ്റ്സ് കമ്പൽസറി. ഇത് നിങ്ങൾക്ക് എപ്പോഴും എക്സസൈസ് എന്ന് പറയുമ്പോൾ നാളെ എന്ന് മാറ്റിക്കുന്ന ഫ്രണ്ടിന് അയച്ചു കൊടുത്തോളൂ. ആൻഡ് ആസ് ഓൾവേസ് സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.